നമുക്ക് കോഴിക്കോടേക്ക് പോകാം. ഫൈസൽ നെടുമ്പാലയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചെയ്തത്. ഫൈസൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മലബാർ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? ദിവ്യ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ചേവായൂർ ബാങ്ക് പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ട് കാലമായി കോൺഗ്രസ് കൈയടക്കി വെച്ചിരുന്ന ചേവായൂർ ബാങ്കിലെ ഭരണം കോൺഗ്രസിലെ തന്നെ വിമതർ CPM-ന്റെ പിന്തുണയോടെ ബാങ്ക് ഭരണസമിതി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഹർത്താലൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇത്തരത്തിൽ ബാങ്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിലൂടെ ശേഷം കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിലെ വിമത ആളുകൾ CPM-ലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആളുകൾക്ക് ഇന്ന് CPM-ന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നുണ്ട്. കോഴിക്കോട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടി തന്നെയാണ് കോഴിക്കോട് സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയിൽ ഈ വിമത വിഭാഗം ആളുകൾക്ക് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് ചേർന്ന് കോൺഗ്രസിലെ തന്നെ വിമത ആളുകൾക്ക് CPM ഇന്ന് സ്വീകരണം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വയനാട്ടിലാണ്. മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 7 മാസം പിന്നിടുകയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിട്ട്. ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അവരുടെ അന്തിമമായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള ഏറ്റവും ഗൗരവമായ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. എല്ലാ ആളുകളെയും, ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് ഇപ്പോഴും പുറത്തു വിടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 24-ാം തീയതി മുണ്ടക്കൈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഒരു സമരത്തിലേക്ക് കടക്കുകയാണ്. ഏകദിന ഉപവാസ സമരം കളക്ടറേറ്റിൽ വെച്ച് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഇന്ന് നടത്തുന്നുണ്ട്. അത് തന്നെയാണ് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദിവ്യ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി വാഗ്ദാനങ്ങളൊക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഉണ്ടായ സമയത്ത് എല്ലാ കാലത്തും ഇവരെ ചേർത്ത് നിർത്തും, അവരൊരു കാലത്തും ഒഴിവാക്കില്ല എന്ന് കൂടെ കൂട്ടുമെന്ന് പറഞ്ഞ് 7 മാസം ആകുമ്പോഴും ഈ പറയുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് പോലും ഇപ്പോഴും പുറത്തിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെ നിലനിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറത്ത് നിന്നുള്ള PV അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാവിലെ 10:30-ക്കാണ് മാധ്യമങ്ങളെ കാണുന്നത്. പ്രധാനമായും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം കോഴിക്കോട് കേരളത്തിൽ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയായിരിക്കും PV അൻവർ ഇന്ന് വിശദീകരിക്കുക. ദിവ്യ.